LDF കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊടിക്കുന്നിൽ സുരേഷിന് സരിത ശാലുമേനോൻ എന്നിവരുമായുള്ള ബന്ധത്തെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കൊടിക്കുന്നിൽ സുരേഷ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. ബുധനാഴ്ച 11 മണിക്ക് പുലമൺ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൌൺ ചുറ്റി കച്ചേരിമുക്കിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KR ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. സോളാർ പാനൽ തട്ടിപ്പ് കണ്ടുപിടിച്ച് ജനങ്ങളിലെത്തിച്ചത് മാധ്യമങ്ങൾ തന്നെയാണെന്നും അല്ലാതെ ആരും ആരോപണം ഉന്നയിച്ചതല്ലെന്നും KR ചന്ദ്രമോഹൻ പറഞ്ഞു. ഇവിടെ ആരെങ്കിലും മെനഞ്ഞെടുത്ത കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ബന്ധമാണോ എന്ന് ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന, കേരളത്തിലെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു തട്ടിപ്പിന് കളമൊരുക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള വലിയ പ്ലാനോടുകൂടി അനേകായിരം കോടിയുടെ തട്ടിപ്പ് നടത്താനുള്ള ഒരു തീരുമാനത്തിന്റെയും അതിന്റെ അന്തരീക്ഷമൊരുക്കിക്കൊണ്ട് നടത്തിയ ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശാലു മേനോനുമായി ഈ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന MPക്കുള്ള വ്യക്തിപരമായ ബന്ധം. ശാലു മേനോൻ കോൺഗ്രസ് പ്രവർത്തകയാണോ? ശാലു മേനോൻ രാഷ്ട്രീയമായ കൊടിക്കുന്നിലിന് എന്തെങ്കിലും ബന്ധത്തിന്റെ അന്തരീക്ഷമുള്ള ഒരു സ്ത്രീയാണോ? അല്ല. ആ ശാലു മേനോനുമായുള്ള ബന്ധങ്ങൾ പറയാൻ അറയ്ക്കുന്ന രീതിയിലുള്ള സംഭവ പരമ്പരകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി SR രമേശ് അധ്യക്ഷനായി. LDF മണ്ഡലം കൺവീനർ KS ഇന്ദുശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു. മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സഹദേവൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് V രവീന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് P ഐഷ പോറ്റി MLA, ചിറ്റയം ഗോപകുമാർ MLA, CPI മണ്ഡലം സെക്രട്ടറി K മന്മഥൻ നായർ, RSP മണ്ഡലം സെക്രട്ടറി സോമശേഖരൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.